എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. പവർവിഷൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തിരുവെഴുത്തുകൾ ധ്യാനിക്കാനായിട്ട് എല്ലാവരെയും പഠിപ്പിക്കുക, ഇതൊരു സ്വഭാവമാക്കുക, ഓരോരുത്തരും 10 പേരെ വീതം പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ശുശ്രൂഷ എളിയവർ ചെയ്യുന്നത്. നിങ്ങളിത് പ്രാർത്ഥനയോടെ കേൾക്കണം, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. മൂന്നാമത് പങ്കുവയ്ക്കണം. ഇത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഷെയർ എന്ന ഓപ്ഷൻ കണ്ടുപിടിച്ച് ഒറ്റ ക്ലിക്കിൽ 5 പേർക്ക് ഷെയർ ചെയ്യാം. അതിന് 1 മിനിറ്റ് വേണ്ട. 2 മിനിറ്റിനുള്ളിൽ 10 പേര്, 20 പേര് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിനായിട്ട്, ധ്യാനത്തിനായിട്ട് നമുക്ക് 19-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം വായിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവ. പാറ എന്ന ആ വിളി യഹൂദന്മാരുടെ ഏതോ ഒരു പ്രാർത്ഥനാ സ്വഭാവമാണ്. പാറ പൊതുവെ ഉയർന്ന സ്ഥലങ്ങളിൽ നിലകൊള്ളുന്നു, ഉറപ്പായി നിലകൊള്ളുന്നു. അതത്ര പെട്ടെന്ന് പൊട്ടിപ്പോകയില്ല, മാറിപ്പോകയില്ല. അതിന് സ്ഥാനചലനമോ നിറവ്യത്യാസമോ സംഭവിക്കുന്നില്ല. അതങ്ങനെ തന്നെ തുടരുന്നു. മഴയും വെയിലും മഞ്ഞും ഒന്നും അതിനെ ബാധിക്കുകയില്ല. പാറയാണ്. അതേസമയം മണ്ണ്, പുല്ല്, ഇതിനൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മരങ്ങൾക്ക് മാറ്റം വരും. പാറ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയെ അത് കാണിക്കുന്നു, ഉറപ്പിനെ കാണിക്കുന്നു, പഴക്കത്തെ കാണിക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വീട് പണിയാൻ ആദ്യം അന്വേഷിക്കുന്നത് പാറയാണ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ. പാറ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ പൊതുവെ അത് ദൈവത്തിൻ്റെ പ്രതീകമായി ഉപയോഗിക്കുന്നു. പാറ കൊണ്ട് ദൈവത്തെ ഉണ്ടാക്കുന്നു എന്നല്ല, പാറ പോലെ നിലകൊള്ളുന്നവനായ ദൈവം. ഏതോ ഒരു പാട്ടുണ്ട്, ജിബ്രാൾട്ടർ പാറമേൽ തട്ടും തിര പോലെ. എൻ്റെ അർത്ഥം, തിരമാല തോറ്റുപോകത്തേ ഉള്ളൂ, പാറ തോക്കുന്നില്ല. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. ദൈവത്തെ പാറയെന്ന് വിളിക്കുന്നത് ഉറപ്പേറിയ ആശ്രയത്തെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ മിസ്രൈമിൽ വെച്ച് പല ആക്രമണങ്ങളെ അതിജീവിച്ചവർ വരുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ പാറ ഞങ്ങളെ കൈവിട്ടില്ല, എന്നാൽ അവരുടെ പാറ അവരെ ചതിച്ചു എന്നൊക്കെയുള്ള ഗീതങ്ങൾ ഞാൻ കണ്ടിട്ടു. കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം, അതിൻ്റെ 20 മുതലുള്ള വാക്യം. നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം.
ഇതാ ഇവിടെ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ അടുക്കലാണ് പാറ. അത് ദൈവം ചൂണ്ടിക്കാണിക്കുന്ന എ പ്ലേസ് ഫോർ യു. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സ്ഥലമാണ് ആ പാറ. അവിടെ നിനക്ക് നിൽക്കാൻ പറ്റും, നിനക്ക് നിൽക്കാവുന്നതാണ് ആ പാറ. അവിടെ നിന്നാൽ നിനക്ക് എന്നെ കാണാം, അവിടെ നിന്നാൽ എനിക്ക് നിന്നെ മറയ്ക്കാം, അവിടെ നിന്നാൽ എനിക്ക് നിന്നെ സഹായിക്കാം. ഒത്തിരി പ്രൊട്ടക്ഷനുള്ള, ഒത്തിരി കെയറുള്ള, ഒത്തിരി കൺസേണുള്ള ഒരു സ്ഥലമാണ് പാറ എന്ന പ്രയോഗം. നമുക്കും ഇന്ന് ദൈവത്തോട് പറയാം, എൻ്റെ പാറയായ കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. വളരെ ഡയറക്റ്റ് മീനിങ്, ക്ലിയർ മീനിങ്ങിലേക്കാണ് ആ വാക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവത്തെ കാണാൻ ഉള്ള പാറ, ദൈവത്തിൻ്റെ അടുത്തുള്ള പാറ, ദൈവം ചൂണ്ടിക്കാണിച്ച പാറ, നിനക്ക് നിൽക്കാവുന്ന പാറ, തമ്പുരാന് നിന്നെ മറയ്ക്കാവുന്ന പാറ. ആ പാറ ക്രിസ്തുവാണ്. അതിലേക്കാണ് നാം ഈ വചനത്തിലൂടെ പോകുന്നത്. പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വചനത്തിൻ്റെ വെളിപ്പാട് പിന്നെയും പ്രകാശിപ്പിച്ച് നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.